ഹായ് എവ്രി വൺ, ദിസ് ഇസ് യുവർ മിനിമലിസ്റ്റ് മലയാളി ആൻഡ് വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ 31 ഞാൻ ആലുവ ദേശം എന്ന അമ്പലത്തിൽ തേങ്ങ കെട്ടി ഒരു പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ മുന്നിൽ എൻ്റെ ഒരു അപേക്ഷ ഞാൻ വെച്ചിരുന്നത്. ഇതിനു മുൻപും 2 വർഷങ്ങളായിട്ട് ഞാൻ ഹനുമാൻ സ്വാമിക്ക് വ്രതം എടുക്കാറുണ്ട്. 41 ദിവസത്തെ വ്രതം എടുക്കാറുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ചില സമയങ്ങളിൽ എനിക്ക് എന്തെങ്കിലും അദ്ദേഹത്തിനോട് ഞാൻ അപേക്ഷ വയ്ക്കാറുണ്ട്. ചില സമയത്ത് അപേക്ഷകളൊന്നും വയ്ക്കാറില്ല. പക്ഷേ ഈ ഒക്ടോബർ 31 2024 ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തേങ്ങ കെട്ടി അദ്ദേഹത്തിനോട് ഞാനൊരു അപേക്ഷ വെച്ചിരുന്നു. ഭഗവാനെ, എനിക്ക് സ്വന്തമായിട്ടൊരു സ്ഥലവും വീടും വാങ്ങിക്കാനുള്ള അനുഗ്രഹം നൽകണേന്ന്. ഞാൻ അതിനുള്ള യാത്രയിലാണ്. അതിനാണ് ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നത്. എൻ്റെ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാവണേ. നല്ലതായിട്ടൊരു സ്ഥലത്ത് നല്ല രീതിയിൽ എനിക്ക് ഒരെണ്ണം എൻ്റെ കയ്യിലെത്താൻ സഹായിക്കണേ. ആർക്കും ഒരു ദ്രോഹം വരാത്ത രീതിയിൽ എനിക്കത് വാങ്ങിക്കാൻ സാധിക്കണേ എന്നൊരു അപേക്ഷ ഞാൻ അവിടെ വെച്ചിരുന്നു. ഇന്നലെ മെയ് 21 2025 ഞാൻ എൻ്റെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ഈ തേങ്ങ കെട്ടി വഴിപാട് ചെയ്ത് പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് ഇന്നും പ്രാർത്ഥിച്ചു വരുന്നു. 2025 ഫെബ്രുവരി 28 ഞാൻ ആദ്യത്തെ എൻ്റെ അഡ്വാൻസ് തുക കൊടുക്കുകയും എനിക്ക് കരാർ എഴുതുകയും ചെയ്തു. എൻ്റെ ജീവിതത്തിലുണ്ടായ ഞാൻ പോലും പ്രതീക്ഷിക്കാത്തൊരു പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഞാൻ പോലും വിചാരിക്കാത്തൊരു കാര്യം എൻ്റെ ലൈഫിൽ, ഞാൻ വിചാരിക്കാത്ത സ്ഥലത്ത് വിചാരിക്കാത്ത കാര്യമെന്ന് ഞാൻ പറയില്ല, കാരണം ഞാൻ ആഗ്രഹിച്ചതാണ്. ഞാൻ യൂണിവേഴ്സിനോടും പ്രപഞ്ചത്തിനോടും എന്നും പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വീട് വേണം. എൻ്റെ വീട് ഇന്ന കാര്യങ്ങളായിരിക്കണം. എൻ്റെ വിഷൻ ബോർഡിലും അല്ലെങ്കിൽ ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോഴായാലും എൻ്റെ നാമജപത്തിലും ഒരേ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നുള്ളൂ: വീട്. സന്തോഷമായിട്ടും സമാധാനമായിട്ടും ആരോഗ്യകരമായിട്ടും എൻ്റെ കുഞ്ഞുങ്ങളോടും ഹസ്ബൻഡിനോടും പാരൻസിനോടൊപ്പം എനിക്ക് കഴിയാനായിട്ട് ഒരവസരം തരണേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ഇച്ഛാശക്തി, എൻ്റെ ഒരു കഠിനാധ്വാനത്തിന് എൻ്റെ ഭഗവാൻ, ഞാനൊരു ജ്യേഷ്ഠതുല്യനായിട്ട് കാണുന്ന ഹനുമാൻ സ്വാമിയും എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്നു എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ എൻ്റെ കുടുംബദേവതകളായിട്ടുള്ള ഭുവനേശ്വരി അമ്മയുടെ അടുത്തും മുത്തപ്പൻ്റെ അടുത്തും ഞാൻ ഒരുപാട് നന്ദി പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിനോട് ചേർന്ന്, എൻ്റെ സ്വന്തം വീടിനോട് ചേർന്ന് ഞങ്ങളുടെ തറവാട്ടമ്പലമുണ്ട്. അവിടെ എന്ത് കാര്യം പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ അമ്മ നടത്തി തരാറുണ്ട്. ചെറുപ്പം മുതലേ അച്ഛമ്മയായാലും അമ്മയായാലും അച്ഛനായാലും അവിടെ പറയുന്നതും അവിടെ പ്രവർത്തിക്കുന്നതൊക്കെ കണ്ടു വളർന്നിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ എനിക്കും ഒരു വിശ്വാസമുണ്ട്, പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കാര്യം നടക്കും. അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനയോടൊപ്പം തന്നെ നമ്മളുടെ ഹാർഡ് വർക്കും ഉണ്ട് എങ്കിൽ ഭഗവാൻ, യൂണിവേഴ്സ് നമുക്ക് അതിനൊരു വഴി കാട്ടിത്തരും എന്നുള്ളത്. അപ്പോൾ ഞാൻ എല്ലാ ദിവസങ്ങളും എല്ലാ മാസവും എൻ്റെ കുടുംബക്ഷേത്രത്തിൽ അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അതോടൊപ്പം ഹനുമാൻ സ്വാമിയും സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിൽ കാര്യസിദ്ധി വിളക്ക് കഴിക്കുകയും അവിടെ പോയിരുന്ന്, എനിക്ക് തൊട്ടടുത്തുള്ളത് എൻ്റെ കുടുംബക്ഷേത്രവും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. അവിടെ ഞാൻ നാമം ജപിക്കാനായിട്ട് ഇരിക്കാറുണ്ട്. എനിക്ക് എത്രയൊക്കെ ടെൻഷനുകൾ വന്നാലും എൻ്റെ ലൈഫിൽ ഒരുപാട് പേര് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയും, എന്നെ നിരുത്സാഹപ്പെടുത്തുകയും എനിക്ക് സാധിക്കില്ല എന്ന് മറ്റുള്ളവരെന്നെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുമ്പോഴൊക്കെ എന്നെക്കൊണ്ട് സാധിക്കും, എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ കൂടെ നിർത്തുകയും അവർക്ക് എന്തെങ്കിലും പിഴകൾ സംഭവിച്ചിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്, അവരെ ഒഴിവാക്കി വിട്ടേക്ക് എന്ന് മറ്റുള്ളവർ പറയുമ്പോഴും അവരെ ചേർത്ത് നിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് എനിക്ക് ഭഗവാൻ തന്നിട്ടുള്ള ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. എനിക്ക് ഒന്നുമില്ലാത്ത എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയ, എനിക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും, എൻ്റെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, എൻ്റെ അച്ഛനമ്മമാർ നൽകിയിരിക്കുന്ന എല്ലാ സൗകര്യങ്ങൾക്കും സന്തോഷത്തിനും ഞാൻ നന്ദി പറയുക.
എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെയും ഒരുപാട് വയ്യായ്കകളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴൊക്കെ ഞാൻ ഭഗവാനോട് നന്ദി പറഞ്ഞു. എനിക്കുള്ളതിനൊക്കെ ഞാൻ നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എൻ്റെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി വരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഉപരി എനിക്ക് വേഗത്തിൽ കാര്യങ്ങൾ നടത്തി കിട്ടുന്നു. അതിനൊക്കെ ഞാൻ ഭഗവാനോട് നന്ദി പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ നിങ്ങൾ മുറുകെ ഭഗവാനെ വിളിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടദേവൻ ആരും ആയിക്കോട്ടെ. നിങ്ങൾ നാമജപത്തിലൂടെയും അതുപോലെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ആർക്കും ദ്രോഹം വരുന്നതോ അല്ലെങ്കിൽ ആരെക്കുറിച്ച് നമ്മൾ ഗോസിപ്പ് പറയാനോ നിൽക്കരുത്. ഇതെല്ലാം നെഗറ്റീവ് എനർജിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അത് കൊണ്ടുവരുന്നതായിരിക്കും. അതേസമയം നമ്മൾ മറ്റുള്ളവർക്കും കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് നല്ല നല്ല ചിന്തകൾ വരുന്നതായിട്ടും നമ്മുടെ മാനസികാരോഗ്യം വർദ്ധിക്കുന്നതായിട്ടും എൻ്റെ അനുഭവം വെച്ച് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായെങ്കിലും ഒരാൾക്കും ദ്രോഹം വരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. ഒരാൾക്ക് ദ്രോഹം വരുന്ന ഒരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല. ജയ് ശ്രീറാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ശ്രീറാം.